സോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെക്കാനിക്സിൽ 2-3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. മോഡ്യൂൾ 1 തന്നെ തിയറി ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ, 2 ഫോഴ്സസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പിയും ക്യൂ എടുത്തു കഴിഞ്ഞാൽ പി ഈക്വൽ ടു ക്യൂ. Acting at a point, making an angle of 60 degree between them. 60 ഡിഗ്രി ആംഗിളിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 20√3 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫോഴ്സ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫോഴ്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. അതിനു മുന്നേ ഈ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന ഫോർമുല എന്തായിരിക്കും? പാരലോഗ്രാം ലോ അനുസരിച്ച് റിസൾട്ടന്റ് R ഈക്വൽ ടു നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ഇല്ലേ? അപ്പൊ ഇവിടെ പി ഈക്വൽ ടു രണ്ട് ഫോഴ്സും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് ഫോഴ്സിനെ നമുക്ക് പിയും ക്യൂ എന്ന് പറയാം. അപ്പൊ പി ഈക്വൽ ടു ക്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. റിസൾട്ടന്റ് എത്ര തന്നിട്ടുണ്ട്? ആർ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 20√3 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? രണ്ട് ഫോഴ്സ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ അല്ലേ? അപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇത് പി, ഇത് ക്യൂ. ആംഗിൾ എത്ര? തീറ്റ ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ തീറ്റ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ R എന്ന് പറഞ്ഞാൽ എത്ര? 20√3 ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ. അതുപോലെ എഴുതാം. ഇനി ക്യൂവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു? പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെയും പി സ്ക്വയർ, പിന്നെ പ്ലസ് 2pq ആണ് അല്ലേ? അപ്പൊ 2pq എന്നുള്ളത് 2p ഇൻറ്റു ക്യൂവിന് പകരം അഗെയിൻ പി, 2p സ്ക്വയർ. ഇനി തീറ്റ എത്ര? 60 ഡിഗ്രി. അപ്പൊ കോസ് 60. നമ്മളത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20√3 ഈക്വൽ ടു എത്ര വരും? റൂട്ട് ഓഫ് 2p സ്ക്വയർ പ്ലസ് 2p സ്ക്വയർ കോസ് 60 എത്ര? 1/2. അപ്പൊ ഈ 1/2 1/2 2 ക്യാൻസൽ ആയി പോകും. അപ്പൊ എത്ര വരും? 20√3 ഈക്വൽ ടു 2p സ്ക്വയർ പ്ലസ് p സ്ക്വയർ എന്നാവും. അപ്പൊ എത്ര ആവും? റൂട്ട് ഓഫ് 3p സ്ക്വയർ അല്ലേ? അഗെയിൻ 20√3 ഈക്വൽ ടു എത്ര ആവും? √3p എന്നാവും. അപ്പൊ പിയുടെ വാല്യൂ എന്താവും? p ഈക്വൽ ടു 20 ന്യൂട്ടൺ. പിയും ക്യൂവും സെയിം ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇല്ലേ? അതുകൊണ്ട് ക്യൂ ഓൾസോ ഈക്വൽ ടു 20 ന്യൂട്ടൺ. അപ്പൊ നമ്മുടെ ആൻസർ ആയില്ലേ? നമുക്ക് എന്തായിരുന്നു ആൻസർ? നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫോഴ്സ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫോഴ്സ്, നമ്മൾ ഒരു ഫോഴ്സിനെ പി ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ ആൻഡ് ക്യൂ ഈക്വൽ ടു 20 ന്യൂട്ടൺ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. 2 forces acts on a body. Let one force is double the other. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഫോഴ്സ് മറ്റേ ഫോഴ്സിന്റെ ഡബിൾ ആണ്. അപ്പൊ ഇവിടെ ലെറ്റ് പി എന്ന് പറഞ്ഞ ഫോഴ്സ് എടുത്തു.
ഒരു ഫോഴ്സ് പി, രണ്ടാമത്തെ ഫോഴ്സ് ക്യൂ. അപ്പോൾ പി ലെറ്റ് വൺ ഫോഴ്സ് ഈസ് ഡബിൾ ദ അതർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പി എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ക്യൂ ആണെന്ന് എടുക്കാം. ആൻഡ് ദ റിസൾട്ടന്റ് ഈസ് 260 ന്യൂട്ടൺ. ആർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 260 ന്യൂട്ടൺ. ആൻഡ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ്, അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ആ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ എടുത്തു. ഇനി എന്താ? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ലാർജർ ഫോഴ്സ് ഈസ് റിവേഴ്സ്ഡ്. അപ്പോൾ ഇവിടെ ലാർജർ ഫോഴ്സ് ഏതാ? പി ആണ്. കാരണം പി ആണ് 2 ടൈംസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഫോർ എക്സാമ്പിൾ ക്യൂ 30 ന്യൂട്ടൺ ആണെങ്കിൽ പി എത്ര ആവും? 60 ന്യൂട്ടൺ. അപ്പം ലാർജർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി. നമ്മൾ എടുത്തത് ഇപ്പോൾ ലാർജർ ഫോഴ്സ് പി ആയിട്ടാണ്. നിങ്ങൾക്ക് എടുക്കുമ്പോൾ ക്യൂവും വേണമെങ്കിൽ ലാർജർ ഫോഴ്സ് എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. If the direction of larger force is reversed, keeping the smaller force unaltered. അപ്പോൾ ഡയറക്ഷൻ തിരിച്ചു. പി പോസിറ്റീവ് ഡയറക്ഷനിലായിരുന്ന പിനെ നെഗറ്റീവ് ഡയറക്ഷനിലാക്കിയാൽ അപ്പോഴുള്ള റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 180 ന്യൂട്ടൺ. അപ്പോൾ ഉള്ള റിസൾട്ട് എത്ര? 180 ന്യൂട്ടൺ. ഡിറ്റർ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് നെഗറ്റീവ് പിയിലാണ്. Determine the magnitude of the forces acting on the body and the angle between them. ഇതാണ് ക്വസ്റ്റ്യൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സസ്, പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം, ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഏത് ഫോർമുല യൂസ് ചെയ്യുന്നത്? നേരത്തെ പാരലോഗ്രാം ലോ പറഞ്ഞതുപോലെ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് എടുക്കാം. അതായത് ഇവിടം വരെ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് റിവേഴ്സ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു കണ്ടീഷൻ വരെ ആദ്യം എടുക്കാം. നോക്കാം. ഇപ്പം 260 ഈക്വൽ ടു, ഫസ്റ്റ് ഇക്വേഷൻ ആണ് 260 ഈക്വൽ ടു റൂട്ട് ഓഫ് പി എന്ന് പറഞ്ഞാൽ 2q എന്ന് എടുത്തിട്ടുണ്ട്. അപ്പം എന്ത് വരും? റൂട്ട് ഓഫ് പി സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം 2q എന്ന് കൊടുക്കാം. 2q the whole square, p സ്ക്വയറിന് പകരം പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്ന് പറഞ്ഞാൽ എന്ത് വരും? p എന്ന് പറഞ്ഞാൽ 2q ആയതുകൊണ്ട് തന്നെ എത്ര ആവും? 2 ഇൻറ്റു 2q ഇൻറ്റു q. അപ്പോൾ എത്ര വരും? 4q സ്ക്വയർ കോസ് തീറ്റ അറിയാമോ? ഇല്ല. കാരണം ഫൈനലി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ്, പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂവും പിന്നെന്താണ്? ആംഗിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 260. ഇപ്പം 260 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എഴുതാം. 260 ഈക്വൽ ടു എത്ര വരും? റൂട്ട് ഓഫ് 2q സ്ക്വയർ, 2q സ്ക്വയർ അല്ല, റൂട്ട് ഓഫ് 2q ദ ഹോൾ സ്ക്വയർ പ്ലസ് q സ്ക്വയർ. അപ്പോൾ എത്ര ആവും? സോറി, 2q ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4q സ്ക്വയർ അല്ലേ, പ്ലസ് q സ്ക്വയർ. അപ്പോൾ എത്ര ആവും? 5q സ്ക്വയർ. ഇവിടെ 5q സ്ക്വയർ പ്ലസ് 4q സ്ക്വയർ കോസ് തീറ്റ എന്നേ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്കതൊരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താ? 2 അൺനോൺസ് ഉണ്ട്. ക്യൂവും കോസ് തീറ്റയുമാണ് അൺനോൺസ്. അപ്പോൾ 2 അൺനോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 2 ഇക്വേഷൻ എടുത്താലേ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ 260 സ്ക്വയർ എന്നാക്കും ഈക്വൽ ടു 5q സ്ക്വയർ പ്ലസ് 4q സ്ക്വയർ കോസ് തീറ്റ എന്ന് എഴുതും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. മനസ്സിലായോ? അപ്പോൾ ഇതങ്ങനെ കിട്ടേക്കാം, കാരണം നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്നും അറിയത്തില്ല. ഇനി രണ്ടാമത്തെ സെക്ഷൻ എടുത്തേ. ദിസ് വൺ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ലാർജർ ഫോഴ്സ് ഈസ് റിവേഴ്സ്ഡ്, അപ്പോൾ റിസൾട്ടൻ്റ് എത്ര ആവും? 180 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെഷൻ എടുക്കുക. രണ്ടാമത്തെ സെഷനിൽ ഞാൻ പറയുന്നു റിസൾട്ടൻ്റ് 180 ആണ്. 180. പക്ഷേ
ലാർജർ ഫോഴ്സിനെ റിവേഴ്സ് ചെയ്തു. അപ്പോൾ എന്താവും? പി എന്ന് പറയുന്നത് ആ സമയം എന്താവും? മൈനസ് പി ആവും. അപ്പം പി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷനാണ് മാറിയത്. അപ്പം നമ്മൾ √(p²+q² + 2pq cos θ)ക്ക് അപ്പം ആ സമയത്ത് -p = 2q ആണ്. അപ്പം p = എത്ര ആവും? -2q. ആ രണ്ടാമത്തെ കണ്ടീഷനിൽ ഇതാ പറയുന്നത്. അപ്പം നമ്മൾ പക്ഷെ ഇവിടെ ഇതേ സെയിം p²+q² + 2pq cos θ=ക്കകത്ത് -2q² + q² + 2pq അല്ലേ? അപ്പം 2pq എന്ന് പറയുന്നതിനകത്ത് 2 × ഇവിടെ pq എത്ര? p എന്ന് പറഞ്ഞാൽ -2q. അപ്പം pക്ക് പകരം -2q കൊടുത്തു. അഗെയിൻ q പിന്നെ ഇൻറ്റു q cos θ. മനസ്സിലായോ ഇത്? 2pq cos θയ്ക്ക് പകരം 2 × pക്ക് പകരം -2q കൊടുത്തു + q cos θ. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 180 = എന്ത് വരും? -2q² എന്ന് പറഞ്ഞാൽ 4q² അല്ലേ? 4q² പ്ലസ് ഓൾറെഡി ഇവിടെ എന്തുണ്ട്? q² ഉണ്ട് പ്ലസ് 2 × 2 4 q × q². അപ്പോൾ ഇവിടെ മൈനസ് ആണ് അല്ലേ? അപ്പോൾ -4q² cos θ എന്ന് വന്നു. അപ്പം ഇനി എന്താവും? അപ്പോൾ ഇവിടെ ആക്ച്വലി അപ്പോൾ ഇതെന്തായി മാറി? ഞാൻ ഈ ഒരു ആദ്യത്തെ ഒരു ഇതങ്ങ് മാറ്റിയാണ് ഈ പാർട്ട്. ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ, ഇക്വേഷൻ 1 അങ്ങനെ കിടക്കട്ടെ, ബാക്കിയുള്ളതെല്ലാം അങ്ങ് മായ്ക്കാം. ഈ ഫോർമുലയൊന്ന് മായ്ക്കാം. ഇനി ഇക്വേഷൻ നമ്മൾ എന്തെഴുതും? 180 നേരത്തെ പോലെ തന്നെ 5q² പ്ലസ് പ്ലസ് ആണോ? അത് -16 4q² cos θ. ഓക്കെ, ഇതിനെ ഈ ഇക്വേഷനെ പോലെ എഴുതാം, 1 പോലെ. അപ്പോൾ 180² എന്ത് വരും? 5q² -4q² cos θ. അപ്പം ഇതെന്തായി? ഇക്വേഷൻ 2 ആയി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2 ഇക്വേഷനിലായിട്ട് ചുരുങ്ങി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഇപ്പം 2 ഇക്വേഷനായിട്ട് മാറി. ഡൗട്ട് ഉള്ളവർ വീഡിയോ പോസ് ചെയ്ത് നോക്കിയാൽ മതി, ഇക്വേഷൻസിന് സോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഓക്കെ, അപ്പം നമ്മൾ 2 കണ്ടീഷൻ എടുത്തപ്പോൾ ഇക്വേഷൻസ് എന്തായി? ഒന്നെന്ന് പറയുന്നത് ഇതും കൂടെ ഒന്ന് സോൾവ് മാറ്റാം. കണ്ടോ, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2യിലോട്ടും മാറി. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. അപ്പം ഈ 2 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തൂടെ? ഫോർ എക്സാമ്പിൾ, നേരെ ഇക്വേഷൻസ് ആഡ് ചെയ്താലോ? ദാറ്റ് ഈസ് 1 + 2 എന്ത് വരും? 1 + 2 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 180² + 260² എന്ത് വരും? 10q². ഇത് രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേ? -4q² cos θ + 4q² cos θ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? q-ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതുപോലെ q-ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് q ഇൻ ഏതെങ്കിലും ഒരു മത്തിനകത്ത്.
ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം തീറ്റയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തിട്ട് ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക, എന്നാൽ ഞാൻ ഉത്തരം ഇടാം കേട്ടോ. ചെയ്ത് നോക്കുക. കാരണം നമ്മളിപ്പോൾ ആൻസർ ഞാൻ ഇവിടെ ഇടുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്കത് കണ്ട് നിങ്ങൾ അംഗീകരിക്കും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ അടുത്ത 2 പ്രോബ്ലംസ് ഞാൻ അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.